Hi all, welcome to Abyss Physics. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ഫിസിക്സ് ആണ്. അതിലെ ഒന്നാമത്തെ അധ്യായം. അതിനു മുമ്പ് നമുക്കൊന്ന് ക്ലാസ്സുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു യാത്ര പോവാം. നമുക്കറിയാം, നമ്മളെ സാധാരണഗതിയിൽ ഒരു ബീച്ചിന്റെ സൈഡിൽ പോയിട്ടുണ്ടാവും. ബീച്ചില് ഇപ്പൊ നിങ്ങളൊരു ബീച്ചില് അതിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ചു നേരം നമ്മളിങ്ങനെ ബീച്ച് നോക്കിയിരിക്കും. അവിടെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഒന്ന് തിരമാലകളോട് കളിക്കാൻ തുടങ്ങും. നിങ്ങള് തിരമാലകളോട് കളിക്കാൻ തുടങ്ങുകയാണ്. അതായത് +2 ഫിസിക്സില് +2 ക്ലാസ്സില് നിങ്ങൾ ഫിസിക്സ് പഠിക്കാൻ തുടങ്ങുക. കുറെ തിരമാലകളോട് കളിച്ചതിന് ശേഷം ചിലർക്ക് ഭയങ്കര ധൈര്യം വരും. ഭയങ്കര ധൈര്യം വന്നിട്ട് അവര് പിന്നെ കടലിൽ കുളിക്കാൻ ഇറങ്ങും. അങ്ങനെ കുളിച്ചു കഴിഞ്ഞ ചിലര് എന്ത് ചെയ്യും, ഒന്ന് കടലിലൂടെ യാത്ര പോയാലോ എന്ന് തോന്നും. അപ്പോ നിങ്ങളിപ്പോ +2 ഫിസിക്സ് പഠിക്കുന്നു. അതായത് +2 ഫിസിക്സില് നിങ്ങള് ആ കടലിലെ തിരമാലകളോട് കളിക്കാൻ തുടങ്ങാണ്. അടുത്തത് നിങ്ങള് അതിൽ കുളിക്കാൻ തുടങ്ങാണ്. അപ്പൊ ഈ +2 ഫിസിക്സ് കഴിഞ്ഞിട്ട് ചിലർ അതിൽ കുളിക്കാൻ തുടങ്ങും. അപ്പോ നിങ്ങള് BSc ഫിസിക്സിന് പോകും. അത് കഴിഞ്ഞിട്ട് അതിൽ കുളിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിലൂടെ ഒന്ന് യാത്ര പോയാലോ തോന്നുക. അപ്പൊ നിങ്ങള് MSc ഫിസിക്സിന് പോകും. MSc ഫിസിക്സ്. ഇനി യാത്രയുടെ രസം ഇങ്ങനെ അറിഞ്ഞ് അതിലിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്ന് കടലിൽ മുങ്ങി നോക്കിയാലോ തോന്നും. അപ്പൊ അവര് ഇതും കഴിഞ്ഞ് PhDക്ക് പോകും. PhD. ഓക്കെ. അപ്പോ ഇങ്ങനൊരു യാത്രയുടെ തുടക്കത്തിലാണ് ഇപ്പോ നിങ്ങളെല്ലാം വന്നു നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതില് എവിടെ വെച്ച് യാത്ര നിർത്തണം എന്നുള്ളത്. ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് യാത്ര നിർത്താം. പക്ഷെ കടലിലെ കളി നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കടലിലെ കളി എല്ലാവരും കളിക്കണം. അതായത് ഇവിടെ നിങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്, അവിടുത്തെ കളി എല്ലാവരും കളിക്കണം. ഓക്കെ. അപ്പൊ കളിക്കാൻ തയ്യാറായിക്കൂടാ? ഹലോ എല്ലാരും. അപ്പോ നമ്മുടെ ക്ലാസ്സിലേക്കെല്ലാം തിരിച്ചു വരാം. കടലിൽ നിന്ന് എല്ലാവരും കയറി നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. നമുക്ക് ഒന്നാമത്തെ അധ്യായം ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ അധ്യായം. ആ അധ്യായത്തിലേക്ക് തിരിച്ചു വരാം. ഓക്കെ. അപ്പൊ ഇവിടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുമ്പോ ഇവിടെ നമ്മള് ചാർജാണ് അതിലെ പ്രതിവാദി വസ്തുക്കൾ. ചാർജ്. അപ്പൊ സാധാരണഗതിയിൽ ഇലക്ട്രിക് ചാർജസ് എന്ന് പറയുന്നത് അതിന് റെസ്റ്റും ഉണ്ട്, അതേപോലെ അതിന് മോഷനും ഉണ്ടായിരിക്കും. അപ്പോ ഈ റെസ്റ്റും മോഷനും അനുസരിച്ച് ചിലത് റെസ്റ്റിലായിരിക്കും, ചിലത് മോഷനിലായിരിക്കും. റെസ്റ്റും മോഷനും ഇതനുസരിച്ച് ഇലക്ട്രിക് ചാർജസ് റെസ്റ്റിലാണോ മോഷനിലാണോ ഇതിനനുസരിച്ച് നമ്മള് നമ്മുടെ പാഠഭാഗത്തെ വീണ്ടും രണ്ടാക്കി മാറ്റാണ്. ഒന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, രണ്ടാമത്തത് ഇലക്ട്രോഡൈനാമിക്സ്. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മള് വിവിധ തരം ഫോഴ്സ്, ഇലക്ട്രിക് ചാർജസിന്റെ ഫോഴ്സ്, അതുപോലെ ഇലക്ട്രിക് ചാർജസിന്റെ ഫീൽഡ്, അതുപോലെ ഇലക്ട്രിക് ചാർജസിന്റെ പൊട്ടൻഷ്യൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മള് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കാൻ പോകുന്നത്. അതേസമയം ഇലക്ട്രോഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതേപോലെ മാഗ്നറ്റിസം, അതേപോലെ കറന്റ് ഇലക്ട്രിസിറ്റി. ഇതൊക്കെ നമുക്ക് ഡൈനാമിക്സിലും പഠിക്കാം. അതായത് ഇവിടെ
ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക്സ് ആണെന്ന് നിങ്ങൾക്കറിയാം, റെസ്റ്റ് ആണ്. ഡൈനാമിക്സ് എന്ന് പറയുമ്പോ അത് മോഷനുമാണ്. അപ്പോ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് റെസ്റ്റ്, ഡൈനാമിക്സ് എന്ന് പറയുന്നത് മോഷൻ. അപ്പൊ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഇപ്പൊ തന്നെ മനസ്സിലായി. ഇലക്ട്രോ എന്ന് പറഞ്ഞ ചാർജ്, സ്റ്റാറ്റിക്സ് പറയുന്നത് റെസ്റ്റ്. അപ്പോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ് എന്ന് പറയാം. സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്. The branch of physics that deals with the study of charges at rest is known as electrostatics. Electrodynamics എന്തായിരിക്കും അപ്പോ? The study of charges under motion. അതായിരിക്കും ഇലക്ട്രോഡൈനാമിക്സ്. അപ്പൊ ഈ പാർട്ട് നമുക്ക് ഇപ്പോ തൽക്കാലം നമ്മുടെ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ബാക്കി ഭാഗം നമുക്ക് കുറച്ച് ഭാഗം ഇങ്ങനെ ഒന്ന് നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണെന്നുള്ളത്. അപ്പൊ ഇതിന്റെ കഥ പറയുമ്പോ, ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കഥ പറയുമ്പോൾ നമ്മള് ക്രിസ്തുവിന്റെ മുമ്പോട്ട് പോകുന്നു. BC 650 നമ്മൾ എത്തുകയാണ്. ഫിസിക്സിന് അത്രയും പ്രായമുണ്ട്. അതായത് BC 650 എന്ന് പറയുന്നത് ക്രിസ്തു ജനിക്കുന്നതിന്റെയും 650 വർഷം. ഇപ്പോ ക്രിസ്തു ജനിച്ചതിന് ശേഷം 2020 ആയി. AD 2020 ആണ്. 2020 കഴിഞ്ഞു. അതിന്റെ മുമ്പ് 650 ആണ്. അതായത് ഏകദേശം 2670 വർഷം മുമ്പത്തേക്കാണ് നമ്മളിപ്പോ യാത്ര പോകാൻ പോകുന്നത്. എല്ലാവരും റെഡി ആയിക്കോളാം. അവിടെ ഈ 2670 വർഷം മുമ്പ് തേൽസ് എന്ന ഒരാള്, അദ്ദേഹം കണ്ടത് ചില സാധനങ്ങൾ, ആംബർ പീസസ് എന്ന് പറയും. ആംബറിന്റെ പീസസിന് അത് വേറെ സാധനമായിട്ട്, സാധാരണഗതിയിൽ ഒരു വോള്, അതായത് ഒരു ക്ലോത്ത് ആയിട്ട്, എന്തെങ്കിലും ഒരു ക്ലോത്തുമായിട്ട് കമ്പിളി ആയിട്ട് ഒരസിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരസിക്കഴിഞ്ഞാല് അതിന് ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിക്കാനുള്ളൊരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി. ഈ ആംബർ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. കാക്കപ്പൊന്നെ പറഞ്ഞ സാധനം കണ്ടിട്ടില്ലേ? കാക്കപ്പൊന്നെ മരങ്ങളിൽ ഇങ്ങനെ ഊറി വരുന്ന ഒരു കറവുള്ള സാധനം, അങ്ങനെയുള്ള ഒരു സാധനം തന്നെയാണ് ആംബർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വൂള്, അതായത് കമ്പിളി ആയിട്ടൊന്ന് ഒരസിയപ്പോ അതിന് ചില സാധനങ്ങൾ, ചെറിയ പേപ്പർ പീസുകളും മറ്റൊക്കെ ആകർഷിക്കാൻ സാധിക്കുന്നുവെന്ന് മനസ്സിലാക്കി. ഇനി അത് കഴിഞ്ഞിട്ട് അങ്ങനെ BC അദ്ദേഹത്തിന്റെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. കുറെ കാലം കഴിഞ്ഞു. AD 1600 അതായത് ക്രിസ്തു ജനിച്ചു 1600 വർഷം കഴിഞ്ഞു. അതായത് ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം 2250 വർഷങ്ങൾ കഴിഞ്ഞു. 2250 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം വീണ്ടും നമ്മുടെ ഇടയിൽ വരുന്നത്. അപ്പോ മനസ്സിലാക്കി ചില സാധനങ്ങള് അന്ന് ഒരതിയത് ഗ്ലാസ് റോഡ് സിൽക്കിൽ ഒരതുമ്പോ അതിന് ഗ്ലാസിന് ചില ചാർജും സിൽക്കിന് മറ്റു ചില ചാർജുകളും ലഭിക്കുന്നതായിട്ട് ഡോക്ടർ ഗിൽബർട്ട് എന്നുള്ള ശാസ്ത്രജ്ഞനാണ് അത് കണ്ടത്. ഡോക്ടർ ഗിൽബർട്ട്. അതായത് ഗ്ലാസും സിൽക്ക് റോഡും തമ്മിൽ അടിച്ചുമ്പോ ഗ്ലാസിന് ഒരു ചാർജ് കിട്ടുന്നു, സിൽക്കിന് മറ്റൊരു തരം ചാർജ് കിട്ടുന്നു. ഇനി അതും കഴിഞ്ഞു. AD 1700 1700-കളിൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന ശാസ്ത്രജ്ഞൻ, ഇദ്ദേഹമാണ് കിട്ടുന്ന ചാർജ് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ അരസുമ്പോ, സിൽക്കിൽ ഗ്ലാസ് റോഡ് അരസുമ്പോ അവിടെ ഗ്ലാസിന് ഒരു ചാർജ് കിട്ടുന്നു, സിൽക്കിന് മറ്റൊരു ചാർജ് കിട്ടുന്നു. അപ്പൊ സിൽക്കിന് കിട്ടുന്ന ചാർജ് നെഗറ്റീവ് ആണ്, ഗ്ലാസിന് കിട്ടുന്ന ചാർജ് പോസിറ്റീവ് ആണ്. അങ്ങനെ രണ്ടു തരം ചാർജുകൾ ആണ് ലഭിക്കുന്നതെന്ന് കണ്ടെത്തിയത് AD 1700-കളിലാണ്. അത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന ശാസ്ത്രജ്ഞനാണ് അത് കണ്ടെത്തിയത്. അപ്പോ ഇങ്ങനെ
ഒരു ഹിസ്റ്ററി ഇതിന്റെ കേസിൽ, അതായത് ചാർജസിന്റെ കേസിൽ ഉണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒരസുമ്പോ, ഇവിടൊക്കെ നമ്മൾ കണ്ടത് പരസ്പരം രണ്ട് വസ്തുക്കൾ തമ്മിൽ ഒരസുമ്പോഴാണ് ചാർജ് കിട്ടുന്നതായിട്ട് കണ്ടത്. ഇങ്ങനെ ചാർജ് ഒരു സാധനം മറ്റൊരു സാധനത്തിന്റെ ഒരസി നീങ്ങുമ്പോ, ഇങ്ങനെ നീങ്ങുന്നതിന് ഒരസി നീങ്ങുമ്പോ നമ്മൾ പറയും അവിടെ ഫ്രിക്ഷൻ ഉണ്ട് എന്ന് പറയും. ഫ്രിക്ഷൻ. ഒരു സാധനം മറ്റൊരു സാധനത്തിന് മേലെ ഒരസി നീങ്ങുമ്പോഴാണ് ഫ്രിക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫ്രിക്ഷൻ കാരണമാണ് ഇവിടെ ചാർജ് അക്വയർ ചെയ്തിരിക്കുന്നത്. സിൽക്കും ഗ്ലാസ് റോഡും തമ്മിൽ ഒരസുമ്പോ അതിന്റെ അടുക്കുള്ള ഫ്രിക്ഷൻ കാരണമാണ് ഗ്ലാസിനൊരു ചാർജും സിൽക്കിന് മറ്റൊരു ചാർജും ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന ചാർജ് ലഭിക്കുന്നതിനാണ് നമ്മൾ പറഞ്ഞ ഇലക്ട്രിഫിക്കേഷൻ ബൈ ഫ്രിക്ഷൻ. ഇലക്ട്രിഫിക്കേഷൻ ബൈ ഫ്രിക്ഷൻ. ഇലക്ട്രിഫിക്കേഷൻ ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു സാധനം when one body moves over another body and acquires some charge, such an electrification is known as electrification by friction. ഇങ്ങനെ കിട്ടുന്ന ഇലക്ട്രിസിറ്റിയെ നമ്മൾ പറയും ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയും. അപ്പൊ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലാക്കാം, അവിടെ ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മേലെ ഒരസി നീങ്ങുമ്പോൾ മാത്രമാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത്. ഇതിനെ നമ്മള് ഈ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റിനെ നമ്മൾ മറ്റൊരു പേര് പറയുന്നുണ്ട്, ട്രൈബോ ഇലക്ട്രിസിറ്റി എന്ന് പറയും. ട്രൈബോ ഇലക്ട്രിസിറ്റി. ട്രൈബോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ അത് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി തന്നെയാണ്. ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ട്രൈബോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മേലെ ഒരസി നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചാർജിനെയാണ്, അല്ലെങ്കിൽ ചാർജ് ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ട്രൈബോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഫിസിക്സില് ചാർജസ് ഇങ്ങനെയാണ് അക്വയർ ചെയ്ത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് തുടക്കം എന്നുള്ളത് മാത്രം ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് ഒരു വസ്തുവിനെ ചാർജ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഹൗ ടു ചാർജ് a body. How to charge a body. How to charge a body. അപ്പൊ ഇവിടെ ഹൗ ടു ചാർജ് എ ബോഡി എന്നുള്ളത് ഒന്നിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി. എങ്ങനെ ചെയ്യാം? ബൈ ഫ്രിക്ഷൻ. ബൈ ഫ്രിക്ഷൻ. പക്ഷെ ബൈ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇപ്പോ എഴുതാൻ പറഞ്ഞത് ഒന്ന് സിൽക്കും ഗ്ലാസ് റോഡും ആണ്. രണ്ടും കണ്ടക്ടേഴ്സ് അല്ല, രണ്ടും ഇൻസുലേറ്റേഴ്സ് ആണ്. കണ്ടക്ടറും ഇൻസുലേറ്ററും തമ്മിൽ വ്യത്യാസം അറിയാമല്ലോ. കണ്ടക്ടറും ഇൻസുലേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, കണ്ടക്ടർ എന്ന് പറയുന്നത് അതിലൂടെ വൈദ്യുതി കടന്നു പോകും. ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ വൈദ്യുതി കടത്തി വിടൂല. അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോ ഫ്രിക്ഷൻ കാരണം ചാർജ് ചെയ്യണമെങ്കിൽ അത് രണ്ടും ഇൻസുലേറ്റേഴ്സ് ആയിരിക്കണം. കണ്ടക്ടേഴ്സ് ഒരിക്കലും നമുക്ക് ഫ്രിക്ഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോ രണ്ട് സാധനങ്ങൾ തമ്മിൽ ഒരസിക്കൊണ്ട് നമുക്ക് ആ സാധനങ്ങളെ രണ്ടിനെയും ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹൗ ടു ചാർജ് എന്നതിൽ ഒന്നാമത്തതാണ് ബൈ ഫ്രിക്ഷൻ. ദെൻ രണ്ടാമത്തെ നമുക്ക് പറയാം ബൈ ഇൻഡക്ഷൻ. ബൈ ഇൻഡക്ഷൻ. എന്താ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്? ബൈ ഇൻഡക്ഷൻ. അപ്പൊ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, തൊട്ടടുത്ത് ഇങ്ങനെ ചെന്ന് നിന്നാൽ മതി. തൊട്ടടുത്ത് ചെന്ന് നിന്നാൽ അവിടെ കിട്ടുന്നതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ഇത് കണ്ടക്ടേഴ്സിലെ ഇത് സാധ്യമാവുള്ളൂ. കണ്ടക്ടേഴ്സിലെ ഇത് സാധ്യമാവുള്ളൂ. കണ്ടക്ടേഴ്സ് തമ്മിൽ തൊടണ്ട, തൊട്ടടുത്ത് ഇങ്ങനെ നിന്നാൽ മതി. ഇങ്ങനെ അടുത്തടുത്ത് പോയി രണ്ട് കണ്ടക്ടേഴ്സ്, ഒരു ചാർജ് ചെയ്ത കണ്ടക്ടർ തൊട്ടടുത്തുള്ള ഒരു അൺചാർജ്ഡ് കണ്ടക്ടറിനെ സാമീപ്യം കൊണ്ട്, അതായത് when a charged conductor is kept near an uncharged body, this charged conductor induces a charge on the nearby conductor. അതിനാണ് നമ്മൾ ചാർജിംഗ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ചാർജർ, ഒരു സാധനം നമ്മൾ ചാർജ് ചെയ്തു.
ഇതെല്ലാം പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. ഒരു സാധനത്തിന് നമ്മൾ പോസിറ്റീവ് ചാർജ് ചെയ്തു. ഇനി ഇതിന്റെ അടുത്ത് നമ്മള് ഒരു കണ്ടക്ടറിനെ കൊണ്ടുപോയി വെക്കാണ്. ഇത് കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർ ഇപ്പോ ആൾറെഡി അതിന് യാതൊരു ചാർജും ഇല്ല. ബട്ട് ഇത് അടുത്ത് വരുന്നതോടുകൂടി ഈ പോസിറ്റീവ് ചാർജ് അടുത്ത് വരുന്നതോടുകൂടി ഇതിന്റെ ഈ ഭാഗത്ത് എല്ലാം ഒരു നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നത് കാണാം. അവിടെ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ചാർജ് സൈഡില് ഒരു പോസിറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അപ്പൊ ഇതിന്റെ ടോട്ടൽ ചാർജ് ഇപ്പോഴുള്ള ഇതിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അത് ന്യൂട്രൽ ആണ്. എത്ര നെഗറ്റീവ് ചാർജ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടോ അത്രയും പോസിറ്റീവ് ചാർജ് അപ്പുറവും അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ ഒരു ചാർജ് ബോഡി മറ്റൊരു അൺചാർജ്ഡ് ബോഡിയുടെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന് ഈ അൺചാർജ്ഡ് ബോഡിക്ക് ചാർജ് ലഭിക്കുന്ന ആ പ്രോസസ്സിനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെ നമുക്ക് ഒരു വസ്തുവിനെ ചാർജ് ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ ചാർജ്ഡ് ബോഡി മറ്റൊരു ചാർജ് ചെയ്യാൻ പോകുന്ന ബോഡി എപ്പോഴും കണ്ടക്ടർ ആയിരിക്കണം. ഇനി മൂന്നാമത്തെ ഒരു സംഗതി കൂടെ ഉണ്ട്. മൂന്നാമത്തെ ഒരു എങ്ങനെയാണ് ചാർജ് ചെയ്യാന്നുള്ളത് അത് ബൈ കണ്ടക്ഷൻ. ബൈ കണ്ടക്ഷൻ തന്നെ. കണ്ടക്ഷൻ ബൈ കണ്ടക്ഷൻ എന്ന് പറയുമ്പോ അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അവിടെ എന്ത് വേണം, അത് രണ്ടും കണ്ടക്ടർ തന്നെ ആയിരിക്കണം. അതായത് ചാർജിങ് ബോഡിയും ചാർജ്ഡ് ബോഡിയും ഒക്കെ കണ്ടക്ടർ ആയിരിക്കണം. അപ്പൊ ഇവിടെ കണ്ടക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ചാർജ്ഡ് ബോഡി, ഇതൊരു ചാർജ്ഡ് ബോഡിയാണ്. ഈ ചാർജ്ഡ് ബോഡിയിൽ നമുക്ക് ഒരു പോസിറ്റീവ് ചാർജ് ആണുള്ളതെങ്കിൽ നമ്മൾ അതിനെ വേറെ ഒരു അൺചാർജ്ഡ് ബോഡിയുടെ അടുത്തല്ല അതിനെ ടച്ച് ചെയ്ത് വെക്കുക. അങ്ങനെ ടച്ച് ചെയ്ത് വെക്കുന്നതോടുകൂടി ഇതിലെ ചാർജ് അതിലേക്കും കൂടെ വ്യാപിക്കും, അതിലേക്കും കൂടെ സ്പ്രെഡ് ചെയ്യും. അപ്പൊ നമ്മള് ഏത് ചാർജ് ആണോ ആദ്യം കൊണ്ടുവച്ചത്, പോസിറ്റീവ് ചാർജ് ബോഡിയാണ് മറ്റൊരു അൺചാർജ്ഡ് ബോഡിയുമായിട്ട് ടച്ചിൽ വരുന്നതെങ്കിൽ അതിലും പോസിറ്റീവ് ചാർജ് തന്നെ. കണ്ടക്ഷൻ വഴി ആണെങ്കിൽ അതും പോസിറ്റീവ് ചാർജ്ഡ് ആവും. ഇവിടെ നമ്മൾ നെഗറ്റീവ് ചാർജ് ആണ് വെക്കുന്നതെങ്കിൽ, നെഗറ്റീവ് ചാർജ്ഡ് ബോഡിയാണ് മറ്റൊരു ബോഡിയെ കണ്ടക്ഷൻ വഴി ചാർജ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ അതിലും നെഗറ്റീവ് ചാർജ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഉള്ള ടോട്ടൽ ചാർജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മറ്റൊരു വസ്തുവിലേക്കും കൂടി ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ 3 രൂപത്തിൽ നമുക്ക് ഒരു വസ്തുവിനെ ചാർജ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ബൈ ഫ്രിക്ഷൻ, രണ്ടാമത്തെ ബൈ ഇൻഡക്ഷൻ, മൂന്നാമത്തത് ബൈ കണ്ടക്ഷൻ. ഫ്രിക്ഷനിൽ നമ്മള് ഇൻസുലേറ്റർ ആണ് പരസ്പരം ഒരസാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിൽ ഇൻഡക്ഷന്റെ കേസിൽ കണ്ടക്ടർ മാത്രമേ പറ്റുള്ളൂ. അവിടെ ടച്ചിങ് വേണ്ട, തൊട്ടടുത്ത് കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. തൊട്ടടുത്ത് കൊണ്ടുവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചാർജ്ഡ് ബോഡിന്റെ ചാർജ് ഏതാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് ആണ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തെ കേസിൽ നമ്മള് കണ്ടക്ഷൻ ആണ് ചെയ്യുന്നത്. കണ്ടക്ഷൻ ആകുമ്പോൾ രണ്ടും തമ്മിൽ ടച്ച് വരണം. ടച്ച് വരുന്ന സമയത്ത് ഇതിന്റെ ഒന്നിലെ ചാർജ് ചെയ്ത കണ്ടക്ടറിലെ ചാർജ് ചെയ്യാത്ത ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ ചെയ്യുന്നത്. ടോട്ടൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു. അങ്ങനെ അതിന് അതേ ചാർജ് തന്നെയാണ് അതുകൊണ്ട് ലഭിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 3 തരം ചാർജുകളാണ് സാധാരണ, 3 തരം മെത്തേഡുകളാണ് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ബൈ ഫ്രിക്ഷൻ, അവിടെ ട്രൈബോ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഇതിന് ഓരോ വസ്തുക്കളും തമ്മിൽ ഒരസുമ്പോ ഏതിന് ഏത് കിട്ടും, ഏത് ചാർജ് കിട്ടും എന്നുള്ളത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഗ്ലാസ് സിൽക്കുമായിട്ട് ഒരസുമ്പോ സിൽക്കിന് നെഗറ്റീവ് ചാർജും ഗ്ലാസിന് പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു എന്ന് പറഞ്ഞു. അതേസമയം എബണൈറ്റ് റോഡ് വൂളുമായിട്ട് ഒരസുമ്പോ, എബണൈറ്റും വൂളും തമ്മിലാണ് ഒരസുന്നതെങ്കിൽ ഇവിടെ എബണൈറ്റിന് നെഗറ്റീവ് ചാർജും വൂളിന് പോസിറ്റീവ് ചാർജും ലഭിക്കുന്നു. അപ്പൊ ഇതിനനുസരിച്ച് ഏതൊക്കെ ചാർജ് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതനുസരിച്ച് നമുക്ക് ഒരു ട്രൈബോ ഇലക്ട്രിക് സീരീസ് എന്നുള്ള ഒരു സംഗതി, ഒരു 9 മെറ്റീരിയൽ അടങ്ങുന്ന ഒരു സീരീസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതിൽ എവിടെയാണ് ഏത് സാധനമാണ് നോക്കിയ അനുസരിച്ച് നമുക്ക്
ആർക്കാണ് പോസിറ്റീവ് കിട്ടുക ആർക്കാണ് നെഗറ്റീവ് കിട്ടുക എന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു സീക്വൻസ് പഠിച്ചാൽ മതി. G W S P C A E P P. ഈ അറ്റത്ത് പോസിറ്റീവ് ഇട്ട് കൊടുക്കുക, ഈ അറ്റത്ത് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഓരോ G എന്താ മറ്റേതെന്താന്ന് നോക്കാം. ഒന്ന് ഗ്ലാസ് ആണ്, G എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്, W എന്ന് പറയുന്നത് വൂളാണ്, S എന്ന് പറയുന്നത് സിൽക്ക് ആണ്, P എന്ന് പറയുന്നത് പേപ്പർ ആണ്, C എന്ന് പറയുന്നത് കോട്ടൺ, A എന്ന് പറയുന്നത് ആംബർ, E എന്ന് പറയുന്നത് എബണൈറ്റ്, P എന്ന് പറയുന്നത് പോളിത്തീൻ, ലാസ്റ്റ് P എന്ന് പറയുന്നത് PVC. ഓക്കെ, അപ്പോ ഇവിടെ PVC വൂളിൽ ഉരസി കഴിഞ്ഞാൽ, PVCന്റെ ഒരു പൈപ്പ് എടുത്ത് നമ്മള് കമ്പിളിയിൽ ഉരസി കഴിഞ്ഞാൽ ഏതൊക്കെ ചാർജ് കിട്ടും ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. PVCക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും, വൂളിന് പോസിറ്റീവ് ചാർജ് കിട്ടും. സിൽക്ക് ഗ്ലാസുമായിട്ട് ഉരസുമ്പോ സിൽക്കിന് നെഗറ്റീവ് ചാർജ് കിട്ടും, ഗ്ലാസിന് പോസിറ്റീവ് ചാർജ് കിട്ടും. അതായത് അവിടെ മുന്നോട്ട് വരുമ്പോ സിൽക്കിന് നെഗറ്റീവ് ചാർജ് ആണ്, ഗ്ലാസിന് പോസിറ്റീവ് ചാർജ് ആണ് കിട്ടുന്നത്. എബണൈറ്റ് വൂളുമായിട്ട് ഉരസുമ്പോ എബണൈറ്റിന് നെഗറ്റീവ് ചാർജ് കിട്ടും, വൂളിന് പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോ പെട്ടെന്ന് നമുക്ക് ഈ ഒരു സീരീസ് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സീക്വൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചാർജ് ഏതിനൊക്കെ കിട്ടും എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. GW SPC AE PP. G എന്ന് പറഞ്ഞ ഗ്ലാസ്, വൂൾ, സിൽക്ക്, പേപ്പർ, കോട്ടൺ, then amber, ebonite, polythene and PVC. ഓക്കെ, ഇനി ഇങ്ങനെ കിട്ടുന്ന ചാർജ് അളക്കാനുള്ള ഒരു ഉപകരണം കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ആ ഉപകരണത്തിന്റെ പേരാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇലക്ട്രോസ്കോപ്പ് അതായത് ചാർജ് ചെയ്ത് ഇത് എത്രത്തോളം ചാർജ് ചെയ്തു എന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. സാധാരണഗതിയിൽ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് നിങ്ങൾ ഒരുപക്ഷെ കേൾക്കും. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നതാണ് ചാർജ് ചെയ്ത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്ന ഒരു പരീക്ഷണമാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് ചാർജ് ചെയ്താൽ എത്രത്തോളം ഉണ്ട് എന്ന് അളന്നു നോക്കാനുള്ള ഒരു ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചാർജസിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. പ്രോപ്പർട്ടീസില് ഒന്നോ രണ്ടെണ്ണോ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ട് തരം ചാർജസ് ആണ്. There are two types of charges. ഏതൊക്കെയാണ്? പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി തന്നെ രണ്ട് തരം ചാർജുകളുണ്ട്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. അപ്പോ പോസിറ്റീവ് നെഗറ്റീവ് ആണുള്ളത്. പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പോ നമുക്ക് പറയാം ലൈക്ക് ചാർജസ് repel each other. While unlike charges attract each other. അപ്പോ രണ്ടാമത്തെ പ്രോപ്പർട്ടി അതാണ്. ഒരേപോലെയുള്ള ചാർജുകൾ പോസിറ്റീവ് ആണെങ്കിൽ അത് അടുത്ത് വരുമ്പോ റിപ്പൽ ചെയ്യും. അതേപോലെ നെഗറ്റീവ് ആണെങ്കിൽ അത് അടുത്ത് വരുമ്പോ റിപ്പൽ ചെയ്യും. അതേസമയം അൺലൈക്ക് ചാർജസ്, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും അടുത്ത് വരുമ്പോ പരസ്പരം കെട്ടിപ്പിടിക്കും. അപ്പൊ ഇങ്ങനെയുള്ള രണ്ടാമത്തെ പ്രോപ്പർട്ടി അതാണ്. ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ വൈൽ അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ദെൻ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ പല ക്വാണ്ടിറ്റികൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സ്കാലാർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അതിന് ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അതേസമയം വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിന്
മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഒപ്പം ഡയറക്ഷനും ഉണ്ട്. അപ്പൊ ഇവിടെ ചാർജ് എന്ന് പറയുന്നത് അത് ഇതിനെ പോയാലും ഇങ്ങോട്ട് പോയാലും ഒക്കെ അതിന്റെ ചാർജിന് യാതൊരു വ്യത്യാസവും അതിന് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അത് സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ചാർജ് എന്ന് പറയുന്നത് സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് they can be added, അതായത് അഡിറ്റീവ് പ്രോപ്പർട്ടി. ചാർജസ് ക്യാൻ ബി ആഡഡ്. ഇപ്പൊ ഒരു ചാർജ് Q1 ഉണ്ട് നിൽക്കാം, വേറെ ചാർജ് Q2 ഉണ്ട് നിൽക്കാം. നമുക്ക് ഇത് രണ്ടും കൂട്ടിയിട്ട് Q1 Q2 is equal to Q എന്ന് പറയാം. അതായത് ചാർജ് തമ്മിൽ ആഡ് ചെയ്യാൻ സാധിക്കും, രണ്ട് ചാർജ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതിനാണ് അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. കൺസർവേഷൻ അല്ലെങ്കിൽ കൺസർവേറ്റീവ് പ്രോപ്പർട്ടി, കൺസർവേഷൻ. ചാർജസ് ആർ കൺസർവ്ഡ് എന്നാണ്. നിങ്ങൾ നേരത്തെ നമ്മളെ ചാർജ് കണ്ടക്ഷൻ പറഞ്ഞപ്പോ, ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ കാണിച്ചു ഒരു ചാർജ് ബോഡി ഇതില് പോസിറ്റീവ് ചാർജസ് ഉണ്ട്. ഇതിനെ മറ്റൊരു അൺചാർജ്ഡ് ബോഡിയായിട്ട് ടച്ചിങ് കൊണ്ടുവരുമ്പോ ഞാൻ ഇവിടുന്ന് രണ്ടെണ്ണം മായ്ച്ചിട്ടാണ് ഇതിലേക്ക് രണ്ട് ആക്കിയത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അത് വെറുതെ ചെയ്തതല്ല. ഇവിടെ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും കൺസർവ്ഡ് ആയിരിക്കും. ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് കൺസർവ്ഡ് ആയിരിക്കും. അതിന് മുമ്പ് ഇൻഡക്ഷൻ പറഞ്ഞപ്പോ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അവിടെ ഞാൻ ഒരു ബോഡി ഇങ്ങനെ കൊണ്ടുവന്നു. ഇത് ഒരു ചാർജർ ബോഡിയാണ്. ഈ ചാർജർ ബോഡിയുടെ അടുത്ത് മറ്റൊരു അൺചാർജർ ബോഡി കൊണ്ടുവന്നു. അപ്പോഴാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ അൺചാർജ് ബോഡിക്ക് ചാർജ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു, ഇല്ല? ഇത്രയും ചാർജ് ഉണ്ടാകുന്നു. ഇവിടെ 5 പോസിറ്റീവ് ഉണ്ട്, അപ്പൊ ഇവിടെ 5 നെഗറ്റീവ് ഉണ്ട്. ഈ വേണ്ടി 5 പോസിറ്റീവ് അപ്പുറം ഉണ്ടാവും. അപ്പൊ ഇവിടെ ഈ ഒരു അൺചാർജ്ഡ് ബോഡിക്ക് 5 നെഗറ്റീവും 5 പോസിറ്റീവും ലഭിച്ചു. അപ്പൊ ഇവിടെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്, ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 5 നെഗറ്റീവ് പ്ലസ് 5 പോസിറ്റീവ്, അപ്പൊ 0 തന്നെ. എന്ന് വെച്ചാൽ ചാർജസ് കൺസേർവ്ഡ്. ദ ചാർജ് ഓഫ് സിസ്റ്റം ഈസ് കൺസേർവ്ഡ്. ദെൻ ആറാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാല് ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഉള്ള രൂപത്തില് ആയിരിക്കും എപ്പോഴും ചാർജസ് പറയുന്നത്. നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. ചാർജ് Q is equal to പ്ലസ് ഓർ മൈനസ് NE. അതായത് Q is equal to plus or minus NE, where N is an integer, E is a electric charge. Plus or minus NE എന്ന് പറയുമ്പോൾ നമുക്ക് ആ ചാർജ്, ഈ ചാർജ് എന്ന് പറയുന്നത് Q എന്ന് പറയുന്നത് കൂളംബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോറി, ഈ ചാർജ് എന്ന് പറയുന്നത് അത് നെഗറ്റീവ് ചാർജ് ആവാം, പോസിറ്റീവ് ചാർജ് ആവാം. ബട്ട് N is always an integer. E is a electric charge. Integer എന്ന് പറയുമ്പോൾ N is equal to 1, 2, 3, etc. 1, 2, 3, etc. അപ്പൊ ഇവിടെ നമുക്ക് പറയാം 1 കൂളം ചാർജ് എന്ന് പറഞ്ഞാൽ, അതായത് Q എന്ന് പറയുന്നത് 1 കൂളം ആണെങ്കിൽ അവിടെ പ്ലസ് ഓർ മൈനസ് NE എന്ന് പറയുമ്പോൾ N ഇൻറ്റു E എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁻⁹. E എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁻⁹. അപ്പോ N എന്നുള്ളത്, അതായത് ഒരു കൂളം ചാർജില് എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പൊ ഇവിടെ കണ്ടുപിടിക്കാം. 1 ഡിവൈഡഡ് ബൈ ഇത് ഇങ്ങോട്ട് പോരുമ്പോ ഈക്വലിന്റെ ഇപ്പുറം പോരുമ്പോ 1 ഡിവൈഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻⁹ വരും. 1 ഡിവൈഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻⁹ എന്ന് പറയുന്നത് ഏകദേശം 6.25 ഇൻറ്റു 10⁻18 എന്ന് കിട്ടും. അതായത് ഒരു കൂളം ഇലക്ട്രിസിറ്റി, ഒരു കൂളം ചാർജ് ഉണ്ടാക്കാൻ ആവശ്യമായ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6.25 ഇൻറ്റു 10⁻18 ആണ്. ഇവിടെ ഇലക്ട്രോണുകൾ ആയതുകൊണ്ട് ചാർജ് എന്ന് പറയുന്നത്
ആയിരിക്കും. ഇലക്ട്രോണുകളുടെ എണ്ണാണ് പറഞ്ഞത്. അതായത് 6.25 into 10⁻18 ഇലക്ട്രോൺസ് ആണ് ഒരു കൂളംബ് ചാർജ് ഉണ്ടാക്കാൻ ആവശ്യമായ എന്ന് ഇതിന്ന് ഈ ഒരു സിമ്പിൾ കണക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ അഞ്ചാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജസ് ആർ ക്വാണ്ടൈസ്ഡ്. ഒരിക്കലും നമുക്ക് ചാർജസ് എന്ന് പറയുന്നത് അര ചാർജ് അല്ലെങ്കിൽ മുക്കാൽ ചാർജ്, അതായത് പോയിന്റ് വെച്ചുള്ള ആ ചാർജിങ് പരിപാടി ഇല്ല. അപ്പൊ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ചോദിക്കും, ചിലര് ഇങ്ങനെ ഇത്ര എമൗണ്ട് ചാർജ് ഉണ്ടെന്ന് ക്ലെയിം ചെയ്യുന്നു, അത് പോസിബിൾ ആണോ അല്ലേ, അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറയും. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോ ഇത്രയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രോപ്പർട്ടീസും കൂടെ പഠിച്ചു വെക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.